ഹായ് നമസ്കാരം കൂട്ടുകാരെ. വളരെയധികം ഒരു വിഷമിപ്പിക്കുന്നൊരു വാർത്തയാണ്. മനാഫിനെതിരെ ആ ഒരു കുടുംബം, അതായത് അർജുൻ്റെ കുടുംബം ഒന്നടങ്കം നേരെ ഉൾട്ട അടിച്ച് കുറച്ച് മുമ്പ് മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. ഒരുപാട് ആരോപണങ്ങളാണ് ഈ മനാഫ് എന്ന ഒരു ചെറുപ്പക്കാരനെതിരെ ഈ അർജുൻ്റെ കുടുംബം എടുത്തിട്ടിരിക്കുന്നത്. ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാവരെയും പോലെ വളരെ സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. സാധാരണ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ആക്സിഡൻറ്റുകൾ ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ ദിവസവും ആയിരക്കണക്കിന് ജീവനുകളാണ് നമ്മുടെ രാജ്യത്ത് ആക്സിഡൻറ്റിൽ നഷ്ടപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വളരെ സാധാരണമായി തന്നെ നടക്കാറുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് പോലെ തന്നെ അതുപോലെ തന്നെ ഒരു ജീവൻ മാത്രമായിരുന്നു ഈ അർജുൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് വലിയ ഹൈപ്പിലേക്ക് വന്നു പറഞ്ഞാൽ, നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങൾ അവരുടെ ഈ അർജുനോടോ ഈ പറയുന്ന മനാഫിനോടോ പ്രത്യേകിച്ച് യാതൊരു താല്പര്യവും ഇല്ലാതെ അവരുടെ മാധ്യമങ്ങളുടെ കച്ചവട സാധ്യതകൾ മാത്രം മുൻനിർത്തി കണ്ടുകൊണ്ട് അത് ഒരു മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുന്ന് കുറച്ച് മാധ്യമങ്ങൾ വണ്ടിയും കുറ്റിയും പറിച്ചുകൊണ്ട് ഈ പറയുന്ന ഷിരൂരിലേക്ക് പോയില്ലായിരുന്നെങ്കിൽ ഈ അർജുൻ ഒരു വാർത്ത ആകത്തുമില്ലായിരുന്നു. ഈ പറയുന്ന കോലാഹലങ്ങൾ ഒന്നും ഉണ്ടാകത്തുമില്ലായിരുന്നു. അവിടെ പറഞ്ഞ തെരച്ചിലും നടക്കത്തില്ല. ഈ പറയുന്ന അർജുനെ ഇപ്പോൾ കിട്ടത്തുമില്ല, വണ്ടിയും കിട്ടത്തില്ല. അത് അവിടെ വാനിഷായി തീരേണ്ട ഒരു വിഷയമായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു ആർത്തി, പണത്തോടുള്ള ആർത്തി, ന്യൂസ് ചെയ്യാനുള്ളൊരു വ്യഗ്രതയും ഒക്കെ കൊണ്ടാണ് നേരെ അങ്ങോട്ട് പോയതും ഇതൊരു വലിയ വാർത്തയായിട്ട് ഉരുത്തിരിഞ്ഞു വന്നതും. വാർത്ത ചെയ്യുന്നത് നല്ല തന്നെയാണ്. അത് കേരളത്തിൻ്റെ ഒരു മനസ്സായിട്ട് തന്നെ കാണുന്നുണ്ട് എങ്കിൽ തന്നെ അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം കച്ചവടതന്ത്രമാണെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ അവിടെ പോവുകയും ഈ തെരച്ചിൽ ആദ്യഘട്ടത്തിൽ ഒക്കെ പല രീതിയിലാണ് പോയത്. ഈ വെള്ളത്തിലാണ് കിടന്നതെന്ന് ആദ്യം ഒരു വർഷം പറഞ്ഞെങ്കിലും പിന്നീട് ഈശ്വർ മാൽപ്പയുടെയൊക്കെ അതിനു മുമ്പ് ആദ്യം വന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അവരുടെ ഒരു ഉറപ്പിൻ്റെ മേളിൽ ഈ മണ്ണ് നോക്കി അതിനകത്ത് കണ്ടില്ല. പിന്നെ തെരച്ചിൽ നിർത്തുന്നു, പിന്നീട് രണ്ടാമത് പോകുന്നു, പിന്നീട് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു, പിന്നെ അവസാനം ഡ്രഡ്ജർ കൊണ്ടുവരുന്നു. കഥകൾ ഒരുപാട് നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്തൊക്കെ തന്നെയായാലും ഈ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ മനാഫിൻ്റെ കൂടെ വർഷങ്ങളോളം ഒക്കെ ജോലി ചെയ്തൊരു വ്യക്തി തന്നെയാണ്. ഒരിക്കലും മനാഫ് ഈ പറയുന്ന ചെറുപ്പക്കാരൻ അർജുനെ വിറ്റ് കാശ് മേടിക്കും എന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ അർജുൻ്റെ കുടുംബം അവർക്ക് അവരുടെ ഒരു സ്വത്ത് തന്നെയാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ ഒരു കാരണവശാലും ഈ അർജുൻ്റെ കുടുംബത്തെ ഇപ്പം നമ്പാൻ കൊള്ളത്തില്ല, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ അർജുൻ്റെ ചെതയുടെ തീ ഒന്ന് ചൂട് മാറുന്നതിന് മുമ്പേ ഈ അന്നം കൊടുത്ത് കൈക്ക് പുറകിൽ നിന്ന് കത്തി കൊണ്ട് കുത്തിക്കയറ്റുന്നൊരു പരിപാടിയാണ് ഈ അർജുൻ്റെ കുടുംബം കാണിച്ചത്. ഇതുപോലുള്ള ചെറ്റത്തരം ഈ മാധ്യമങ്ങളെ വിളിച്ചിരുത്തി ഒരു കാരണവശാലും പറയരുതായിരുന്നു. ഈ മനാഫ് എന്ന ചെറുപ്പക്കാരനോട് എല്ലാവർക്കും വലിയ ഒരു സ്നേഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അർജുനോടും കേരളത്തിൽ നിന്ന് വലിയ ഒരു സപ്പോർട്ട് കിട്ടിയതാണ്. ഒരിക്കലും മനാഫ് അവർ ഈ പറഞ്ഞ യൂട്യൂബ് വ്യൂസിന് വേണ്ടി ഈ മാൽപ്പയും മനാഫും ചേർന്ന് കള്ളക്കളി കളിച്ചെന്നോ അല്ലെങ്കിൽ അവരിതിനു വേണ്ടി ഫണ്ട് ക്രിയേറ്റ് ചെയ്തെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ അർജുൻ്റെ കുടുംബം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് പറയുന്നത്, മലയാളികളായാലും ഈ ലോകത്ത് ഒരു മനുഷ്യനെയും നമ്മൾ അമിതമായി സഹായിക്കാൻ പോകരുത്. ഈ പറയുന്ന മനാഫിന് ഇൻഷുറൻസിൻ്റെ പൈസ വേണമായിരുന്നുണ്ടെങ്കിൽ അർജുനെ കിട്ടിയില്ലെങ്കിലും ഇൻഷുറൻസിൻ്റെ പൈസ അവന് കിട്ടും. വണ്ടി അവിടെയാണെന്ന് ഓൾറെഡി അറിയാമല്ലോ. അതോടൊപ്പം പോയ മറ്റ് 2 വണ്ടികളുടെ ഇൻഷുറൻസ് ക്ലെയിം ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ വണ്ടിയുടെ കേസിലും മറ്റൊന്നും സംഭവിക്കാനിടയില്ല. അർജുനൻ്റെ വണ്ടി കിട്ടിയില്ലെങ്കിൽ പോലും അവർക്ക് ഇൻഷുറൻസ് കിട്ടുമായിരുന്നു. പക്ഷേ ഈ മനാഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അയാളെ അങ്ങ് വെറും ഒറ്റ ദിവസം കൊണ്ട് ഇതുവരെ മാധ്യമങ്ങളിലും കേരളക്കാരെ ആകെ അദ്ദേഹത്തിന് ഒരു ഹീറോ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഈ ഹീറോ എന്ന് പറയുന്ന ഒരു പരിവേഷത്തിൽ നിന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് അയാളെ വലിച്ച് താഴെയിട്ട് ഒരു ബിഗ് സീറോ ആക്കി ഇനി ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിനെ ഒരു കള്ളനായിട്ടും ഒരു വെറുക്കപ്പെട്ടവനായിട്ടും ഒക്കെ സമൂഹം കാണുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ച ഈ അർജുൻ്റെ കുടുംബത്തെ ഒരു കാരണവശാലും നമ്പാൻ പാടില്ല കേട്ടോ. അത് വളരെ
വളരെ തെറ്റായ ഒരു പ്രവണതയാണ് ഇപ്പോൾ ഈ അർജുൻ്റെ കുടുംബം കാണിച്ചിരിക്കുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അർജുൻ്റെ കുടുംബത്തിന് പറ്റിയ നഷ്ടം വളരെ വലിയ നഷ്ടം തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. മനാഫിനോട് ഇപ്പം നിങ്ങൾ കാണിച്ചത് പക്ക 150% തെറ്റ് തന്നെയാണ്.